പാർലമെന്റിലിരുന്ന് ഉറങ്ങുന്നതാണ് പലർക്കും സുഖം. വയ്യ, ഇനി ഞാനില്ല. കഴിഞ്ഞ ദിവസം നടനും എംപിയും കൂടിയായ ഇന്നസെന്റ് ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രസ്താവനയാണിത്. ഇന്നസെന്റിന്റെ ഈ സ്വയം വിമർശനം മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകി NK പ്രേമചന്ദ്രനെ ആദരിച്ച വേളയിലാണെന്നതും ശ്രദ്ധേയമാണ്. ഇതിലൂടെ പാർലമെന്റിലിരുന്നുറങ്ങുന്ന സാംസ്കാരിക നായകന്മാരെയും രാഷ്ട്രീയ പ്രമുഖരെയും പരോക്ഷമായി വിമർശിക്കുകയാണ് ഇന്നസെന്റ്. എന്നാൽ ഇവരിൽ പലരും പുറത്തു പറയുന്നത് യുവതലമുറയ്ക്ക് വേണ്ടി വഴിമാറുമെന്നാണെന്നും വഴിയിൽ കുറുകെ നിന്നുകൊണ്ട് വഴിമാറുമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നും ഇന്നസെന്റ് ചോദിക്കുന്നു. ഇന്ന് ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്ന സാംസ്കാരിക നേതാക്കന്മാരും താരങ്ങളും പാർലമെന്റിലെത്തിയാൽ ഇതുതന്നെയാണ് അവസ്ഥ. ഇവിടെ നിയമസഭയിലാകട്ടെ സഭ കൂടുന്ന സമയത്തും നേതാക്കന്മാർ ഉറക്കത്തിൽ തന്നെയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് പാർലമെന്റിലായാലും നിയമസഭയിലായാലും ഉറക്കം തന്നെയാണ് നേതാക്കന്മാർ. ഇതിനകം തന്നെ നിരവധി നേതാക്കന്മാർ കളിയാക്കലുകൾക്കും ട്രോളുകൾക്കും വിധേയമായിട്ടുണ്ട്. എന്നിട്ടും എന്ത് പ്രയോജനം? നേതാക്കന്മാർ വീണ്ടും ആവർത്തിക്കുന്നത് അതുതന്നെ. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ എല്ലാവരും ഉണർന്ന് വോട്ട് ചോദിക്കാൻ ഇറങ്ങുകയും ചെയ്യും. ഏതു ഭരണമായാലും ആര് ഭരിച്ചാലും മിക്ക നേതാക്കളും ഉണരാറേയില്ലെന്നാണ് ജനപക്ഷം.